രജിസാറിന് ആത്മീയത കൂടിയോ ഇപ്പോ ശരിക്കും? ഭയങ്കര അയ്യോ, കാരണം നമുക്ക് ആധ്യാത്മികത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി കൂടുതലുള്ള ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ നെഗറ്റിവിറ്റിയുടെ അടി എങ്ങനെയാണെന്നും അത് ഏത് രീതിയിൽ. ഇപ്പൊ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ, ഒരാൾ എൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് വൈബ്രേറ്റ് ചെയ്യും. ഓ, അത് അറിവുള്ളവർ ചോദിച്ചു നോക്കിയാണ്. നിൽക്കുന്ന ആള് പുറം കൊണ്ട് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിലും അകത്ത് നെഗറ്റീവ് എനർജിയാണ് എന്ന് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി മനസ്സിലാവും. കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഈ വന്നിരിക്കുന്നത് ഉഡായിപ്പാണ്. ആ സംഭവം ബൈബിളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. വേദഗ്രന്ഥങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുറമേ ചിരിച്ചു കാണിക്കും. അത് ബൈബിൾ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ബൈബിൾ മത്തായി സുവിശേഷം 23-ാം അധ്യായം. അതെ, അപ്പൊ അത് നമ്മളെ ഇങ്ങനെ പുറമേ നല്ലവരെന്ന് അഭിനയിക്കും, മനസ്സിലായില്ലേ? പക്ഷെ ചേട്ടന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സാത്വികൻ എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അകവും പുറം, അതുകൊണ്ടാണ് ഈ സ്റ്റേൺ ആയിട്ട് നിന്നത്. അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയിൽ അങ്ങനെയാണ്, നോക്കിയാൽ മതി. ഇപ്പൊ രജനീകാന്ത് സാറോട്ട് ഇങ്ങോട്ട് നോക്കുക, അവരുടെയൊക്കെ കയ്യിലും കഴുത്തിലും ഒക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാടെണ്ണം ഉണ്ട്. വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു പ്രിവെൻഷൻ എന്നുള്ള, ഇതൊന്നും വിശ്വസിക്കാതെ പോകുന്ന നിരീശ്വരവാദികളുണ്ടൊന്നും സംഭവിക്കുന്നില്ലായിരിക്കും. ഞാനതേലും ഉണ്ടാവില്ല കേട്ടോ, ഇതൊന്നും നമുക്ക് താല്പര്യമില്ല. നമുക്ക് താല്പര്യമില്ല. സംബന്ധിച്ച് എനിക്കൊരു വൈബ്രേഷൻ വരും. ആ വൈബ്രേഷൻ അനുസരിച്ച് ഞാൻ ആ സ്റ്റെപ്പ് സെറ്റ് ചെയ്തിട്ട് വേറെ ഒന്നും കൊണ്ടല്ല.